ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം ആദ്യം തന്നെ ഞാനൊരു ട്രാൻസിഷൻ കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു സാധനവും കൂടിയുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഗെറ്റ് റെഡി മീ ഒന്നുമില്ല. മോയ്സ്ചറൈസർ ഇടുക, പിന്നെ ഒരു BB ക്രീം ഇടുക, ലിപ്സ്റ്റിക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. അത് ഷോ യു. അപ്പോൾ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട്, ഐ തിങ്ക് ഹാർഡ്ലി ഒരു 2 years ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഇടാം ആദ്യം. സോ ഇതാണ് BB ക്രീം, ലോറിയൽ മാജിക് സ്കിൻ ബ്യൂട്ടിഫയർ BB ക്രീം. ഓക്കെ, ഞാൻ അങ്ങനെ ഇടാറില്ല. ഒക്കേഷണലി എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടി വന്നാൽ മാത്രം. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ലോറി പ്ലസ് അലൂമിനി ഗെറ്റ് ടുഗെദർ ആണ്. ഇപ്പം നമ്മളുടെ പഴയ കുട്ടികളൊക്കെ വന്ന് അതൊരു ഗെറ്റ് ടുഗെദർ ആണ്, റീയൂണിയൻ പോലെ. അപ്പോൾ ഞാനാണ് പരിപാടിയുടെ ആങ്കർ, ഞാനാണ് കമ്പയറിങ് ചെയ്യുന്നത്. കൂടാതെ എൻ്റെ ഒരു സിംഗിൾ ഡാൻസ് ആൻഡ് ടീച്ചേഴ്സിനായിട്ടൊരു ഗ്രൂപ്പ് ഡാൻസ്, ഇത്രയും കലാപരിപാടികൾ ഇന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഹൈലൈറ്റ് ഞാൻ തന്നെയാണ് പരിപാടിയിൽ അമംഗ് ഓൾ ദ ടീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ഭംഗിക്ക് പോകണ്ടേ? സോ ദാറ്റ്സ് വൈ. എനിക്കിതൊന്നും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ ഇടാറില്ല. ബട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സുന്ദരിയായെന്ന് തോന്നണം. ഓക്കെ, ദ ഫൈനൽ വൺ, ലിപ്സ്റ്റിക്. അയ്യോ സോറി, കണ്ണ് എഴുതുന്നുണ്ട് കേട്ടോ ഇന്ന്. ഞാൻ ഇവിടെയൊന്നും എഴുതാറില്ല, സ്പ്രെഡ് ആകും, സ്മഡ്ജ് ആവും. ഞാൻ അറ്റത്ത് മാത്രം ഒരു വാല്. അപ്പോൾ കണ്ണ് ഞാൻ എഴുതി കേട്ടോ. എനിക്ക് ഇങ്ങനെ ഫോണിൽ നോക്കി കണ്ണ് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുതിയേക്കെന്ന് പറഞ്ഞാൽ വലുതും ചെറുതൊക്കെയാണ്. അപ്പോൾ കണ്ണ് എഴുതുന്നത് ഞാൻ ഫ്ലോമറിൻ്റെ മാറ്റ് വാട്ടർ പ്രൂഫ് ഡിപ്പ് ലൈനർ, ഇതാണ് കണ്ണ് എഴുതാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലിപ്സ്റ്റിക്. ഇത് ലോറിയൽ പാരിസിൻ്റെ ഷെയ്ഡ് 420 ലേ റഡ്ജ് പാരിസ്. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നോസിലും ചീക്കിലും നമ്മൾ ബ്ലഷായിട്ട് സെയിം. കാരണം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ എനിക്കിത് ഫീൽ ചെയ്തേക്കുന്നത്. നമ്മുടെ ആള് വരുന്നുണ്ട് കേട്ടോ. എന്തോ ഇവളെ നഴ്സറി കൊണ്ട് ആക്കിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. കാരണം ഇവള് കാറിലിരിക്കൂല. അപ്പോൾ ഹസ്ബൻഡ് സൂപ്പർ അടിപൊളി. അപ്പോൾ ഹസ്ബൻഡ് നമുക്ക് കാറിൽ കൊച്ചുങ്ങളെ ഫ്രണ്ടിൽ ഇരുത്താൻ പറ്റില്ലല്ലോ, ഇവള് ബാക്കിൽ ഇരുന്നാലും ശരിയാവില്ല. എന്തോ അപ്പോൾ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആക്സസറീസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മറ്റേ സ്ട്രിങ് പോലത്തെ ഇല്ലേ, അങ്ങനത്തെ ഒരു വളയാണ്. ഇപ്പോഴത്തെ കയ്യിലും ഫുൾ വള, ഒരു വലിയൊരു ഇയറിങ് ആൻഡ് റിങ്. സോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഓക്കെ. ആൻഡ് വൺസ് അഗെയിൻ ഞാൻ പറയാൻ മറന്നു, ഇത് എൻ്റെ
ഞാൻ വർക്ക് ചെയ്തിരുന്ന പഴയ സ്കൂളിലെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മ തുടങ്ങിയിരിക്കുന്ന പുതിയ ഓൺലൈൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൻ്റെ ലിങ്ക് ഇട്ടുതരാം. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് അഫോർഡബിൾ പ്രൈസിലുള്ള ജ്വല്ലറീസാണ് ഉള്ളത്. നെക്ക് പീസ് ഉണ്ട്, കഫ് ഉണ്ട്, റിങ് ഉണ്ട്, ഇയറിംഗ് ഉണ്ട്. സോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവരുടെ കയ്യിൽ, ഭയങ്കര അഫോർഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക്, അവരുടെ ഇൻസ്റ്റാഗ്രാം ഒരു ID ഉണ്ട്, അതെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ലൈക്ക് മൈ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി ബാക്കി പരിപാടിയുടെ കാര്യങ്ങളൊക്കെ കാണിക്കാം. No, I can't get it. So once again, hip hip, hip hip. Yes, thank you. To set the tone for this festival evening, we have someone